ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് വൈകിട്ടാണ് എണീച്ചത്, കുറച്ച് വൈകിട്ടാണ് എണീച്ചത്. അപ്പോൾ രാത്രി നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും ഒരു സമയമാണ്. അപ്പോൾ ഒന്ന് ഒരുപാട് വൈകിട്ടാണ് എണീച്ചത്. അപ്പോൾ ഇന്നൊരു 10 മണി തൊട്ടിട്ടുള്ളൊരു നമ്മുടെ കറിപ്പരിപാടിയിലായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ബീഫാണ് കേട്ടോ. ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബീഫിന് ആവശ്യമായിട്ടുള്ള ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ചെറുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കണം നമ്മുടെ ചെറുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതാ 2 വലിയുള്ളി, മീഡിയം സൈസ് 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ വലിയുള്ളി ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് അതിന് കൂടെ തന്നെ 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ എടുക്കും. നമ്മുടെ 1 കിലോ ബീഫിക്കുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വെല്ലുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തത് നമ്മൾ 2 തക്കാളി നമ്മുടെ വെല്ലുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 തക്കാളിയും കൂടെ 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി കൂടുതലായാലും നമ്മളെ ബീഫിനൊരു മധുരം വരും കേട്ടോ. അപ്പോൾ തക്കാളി, വെല്ലുള്ളി, തക്കാളി പ്രത്യേകിച്ച് ഭയങ്കര മധുരവും ഒരു പുളിപ്പും വരും. അപ്പോൾ അതിവിടെ കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ചെറുള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം അത് 3 നന്നായിട്ട് കുറച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവി രൂപത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത്, എനിക്ക് ഈ സൗണ്ടിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ശരിയായിട്ടില്ല, തൊണ്ട ശരിയായിട്ടില്ല, ഇപ്പോഴും അടഞ്ഞിരിക്കും. അപ്പോൾ രാത്രി ഈ തണുപ്പായാൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ സൗണ്ടിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അതിന് ശേഷം നമ്മളിതാ കുക്കർ അടുപ്പ് വെച്ചിട്ട് കുക്കർ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും അതേപോലെ ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ പിന്നെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തീയിൽ കിടന്നിട്ട് നമ്മുടെ ഉലുവയും കടുകൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് കറുത്ത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടി വന്നതിന് ശേഷം ഗ്യാസ് ഞാനിതാ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓഫ് ചെയ്ത് കൊടുത്താൽ ആ തീൻ്റെ ചൂട് ഒന്ന് കുറയുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം തന്നെ ഞാൻ എണ്ണയിലോട്ട് ഉലുവയും കടുകും ഇട്ടതിന് ശേഷം അപ്പം തന്നെ പൊടി ഇട്ട് കൊടുക്കുക ചെയ്യല്. എണ്ണയിലോട്ടാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുക. നേരിട്ട് ബീഫ് നമ്മൾ അടുപ്പ് ഉള്ളി തക്കാളി വാട്ടിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ബീഫിൽ പുരട്ടി വെക്കാറുമില്ല. ഞാൻ നേരിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അതാ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഓൾറെഡി ഞാനിതിൽ വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെയും അതേപോലെ നമ്മുടെ ഉള്ളിയുടെ എല്ലാ എരിവും കാണും. പോരാത്തതിന് ഞാനിതിൽ ബീഫ് മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. നമുക്ക് എത്രയാണ് എരിവ് അതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ആ എണ്ണയിൽ തന്നെ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ മല്ലിപ്പൊടി ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല അല്ലേ. കുറേ ആൾക്കാർ ചിക്കനിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, ബീഫിൽ ഒരുപാട് ചേർക്കും. അതേപോലെ ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒരു 1.5 ടീസ്പൂണ് ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പൊടിയുടെ പച്ചച്ചൊവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നല്ലൊരു കളറും കിട്ടും. നമ്മുടെ ബീഫിന് നല്ലൊരു കളറും കിട്ടും. അല്ലെങ്കിൽ ഒരു മഞ്ഞ യെല്ലോ കളറിലല്ലേ നമ്മുടെ ബീഫ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എണ്ണയിലോട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടാൽ നല്ലൊരു കളറായിരിക്കും. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഒന്നുകൂടി നമ്മളെ പൊടികളൊക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച വെല്ലുള്ളി അതേപോലെ തക്കാളി
അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ വെല്ലുള്ളിയും തക്കാളിയും അരിഞ്ഞത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെല്ലുള്ളിയും തക്കാളിയും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിക്ക് ആവശ്യമായിട്ട് ഒന്ന് വാടി വരാണ് പെട്ടെന്ന് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരാനായിട്ട് അതിക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇടണുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇടുന്നില്ല. ഒന്ന് വഴണ്ട് വരാനുള്ള ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ കറിക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൈയൊന്ന് നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. 1-2 ഭാഗത്ത് നല്ല പൊള്ളിയുണ്ട്, നല്ല നീറ്റലുണ്ട്. കുക്കറിൻ്റെ സൈഡ് പൊള്ളിയതാ. അത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ, എൻ്റെ അടുക്കളയിൽ കയറിയുള്ള പരിപാടി. അപ്പോൾ കുറച്ച് മല്ലിയിലയും ഇതേപോലെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളിത് ലാസ്റ്റ് കുറച്ച് പച്ചക്ക് ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത് ആ മല്ലിയിലേൻ്റെ ടേസ്റ്റ് പച്ചക്ക് അങ്ങനെ ഇടുന്ന വലിയൊരു ഇഷ്ടമല്ല. അപ്പം ഞാനത് ആ വാട്ടിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെന്ത് കഴിഞ്ഞ ശേഷം മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കറിവേപ്പില. അപ്പോൾ നമ്മൾ അതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ ചെറിയ ഉള്ളി, പെരിഞ്ചീരകം കൂട്ടി നമ്മൾ അരച്ചെടുത്തില്ലേ, അപ്പോൾ ആ ഒരു മിക്സും കൂടെ ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വാട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടണം, എന്നാലേ നമ്മൾ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചച്ചവ ആടുന്നാൽ പിന്നെ ബീഫ് കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ കുറേ പാത്രങ്ങൾ കഴുകി കൊണ്ടുവന്ന് വെച്ച് രാവിലെ കഴുകി കൊണ്ടുവന്ന് വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അതിനൊന്നും സമയം കിട്ടില്ല, അടുക്കി പെറുക്കി വെക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ നല്ല കരച്ചിലും കുറുമ്പും വാശിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ കഴുകി കൊണ്ടുവന്ന് വെച്ച പാത്രങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇനിയുണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കറിപ്പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് കഴുകാൻ. തുടക്കൽ ഒക്കെ ലാസ്റ്റത്തേന് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ അടിച്ചൊരു തുടച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ല പരിക്കാണ്. ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ കാട്ടി കൂട്ടുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടുത്തെ കാണിച്ചു കൂട്ടുന്ന കൃതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നേരത്തെ അടിച്ചു വാരി തുടച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒന്നാമത് എനിക്ക് സമയം കിട്ടാറേ ഇല്ല രാവിലെ അടിച്ചു വാരി തുടക്കാൻ. മിക്ക സമയത്തും ഉച്ചയാവും, ഒരു 12:30 ചിലപ്പോൾ 1 മണിയൊക്കെ ആവും അടിച്ചു വാരി തുടച്ചിടുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് അപ്പോഴത്തേനിതാ ഇക്കാക്ക് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ലൈമ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ഒരു പരിപാടിയാണ് കേട്ടോ, നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കൽ നമ്മുടെ ചെറിയ നാരങ്ങ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് 2-3-4 കഷ്ണമാക്കിയിട്ട് ഒരു അരമുറി എടുത്തിട്ട് 2-3-4 കഷ്ണം. അരമുറി എടുത്താൽ തന്നെ നമുക്കൊരു 2-3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. അരമുറി പിന്നെ ഒരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചെറുതാക്കി കഷ്ണമാക്കിയിട്ട് നമ്മൾ മിക്സിന് ജാറൊക്കെ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അതിക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അതിക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ആകെ 5-6 ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞാൽ താഴേക്കും വീണു കേട്ടോ. അതാണെങ്കിൽ പൊട്ടിയിട്ട് അങ്ങോട്ട് ചാടുന്നുമില്ല. അപ്പോൾ അതിന് തല്ലി അതിനെ പൊട്ടിക്കുക. അത് തല്ലി അത് ഐസ് ക്യൂബിൻ്റെ പെട്ടി 2 കഷ്ണമായതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വളച്ചൊടിച്ച് അത് 2 കഷ്ണമായി പോയി. നമ്മൾ സാധാരണ ഐസ് ക്യൂബ് ഇട്ടാൽ നമ്മൾ വളച്ചിട്ട് അങ്ങനെ പുറകോട്ട് ഒടിച്ചിട്ടല്ലേ നമ്മൾ ഐസിൻ്റെ കട്ട എടുക്കാറ്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു
ഒരു മിനിറ്റോളം നമ്മളൊന്ന് അടിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ലൈം റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇഞ്ചിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൊലി കൊടുക്കാൻ ഇടുമ്പോൾ ആ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ അതിൽ തന്നെ കാണും. അപ്പോൾ അതാ മല്ലിയിലയുടെ ഒരു കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഇവിടെ ഇഷ്ടമല്ല. ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ അതാ നമ്മുടെ ലൈമൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ ലൈമ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈമ് റെഡിയായി. നമ്മുടെ മിക്സി എന്തെങ്കിലും ജ്യൂസ് അടിക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ വരും കേട്ടോ മറ്റേ ആൾ, ചെറിയ ആൾ. അപ്പോൾ അതാ മറ്റേനപ്പത്തേനും ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഉപ്പച്ചി കൊടുക്കണം മുന്നേ അതാ ഓനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ക്ലാസ്സിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തേനോടൊക്കെയാണ് വലിയ പ്രിയം. വെള്ളം, അതേപോലെ ജ്യൂസ്, ലൈമ്, അതും നല്ല തണുപ്പുള്ളതായിട്ട് ഇഷ്ടം. അത് തണുപ്പ് കൊടുക്കണത് നന്നല്ലാതെ എനിക്കറിയാം കേട്ടോ. പക്ഷേ ആൾക്ക് ഭക്ഷണമൊന്നും അധികം അങ്ങനെ വേണ്ട. അപ്പത്തിന് ഇതാ ഇവിടെ ഒരാൾ കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഉപ്പച്ചീൻ്റെ കൂടെ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓന് രാവിലെ തന്നെ ഉപ്പച്ചി ഇന്ന് പള്ളിക്ക് പോകണ്ടെന്ന്, ഞാനും പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കുളി ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. അപ്പോൾ അവൻ്റെ തൊപ്പി എവിടെയാണെന്ന് ചോദിച്ചു. എപ്പോഴും ഇതാ ഈ ഒരു തൊപ്പിക്ക് എപ്പം നോക്കിയാലും തിരക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊപ്പി എവിടെയെങ്കിലും കൊണ്ട് വെക്കും. എന്നിട്ട് എപ്പോൾ ആണ് എന്നോട് ചോദിക്കും. വെച്ചെടുത്ത് വെക്കൂല, എവിടെയെങ്കിലും കൊണ്ടുവിടും. അപ്പോൾ അതാ അങ്ങനെ പള്ളിക്ക് പോകാനൊക്കെ റെഡിയായി. ഇക്കാക്ക് ലൈം എടുത്തെടുത്തപ്പോഴത്തേനും മറ്റേ ആളതാ ബാക്കിയുള്ള ലൈമും കൊണ്ട് മറ്റവും പോയി. അതാ അവിടെ പോയിട്ട് അതും കൂടെ എടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പച്ചി പിന്നെ എനിക്ക് ശകലം കൂടെ താടാ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പച്ചിക്ക് വീണ്ടും എടുത്ത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്താ തോന്നിയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ നടന്ന് ഒരു സാധനം ആർക്കും അങ്ങനെ കിട്ടൂല കേട്ടോ. പിന്നെ അവന് തോന്നി അവന് കൊടുക്കും. അപ്പോൾ ഭക്ഷണം കഴിപ്പ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ ഈ പരിപാടിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ലൈം അടിച്ചാനും ഇതിനൊക്കെ പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിന് വാശി പിടിക്കണം, കുറുമ്പാട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഉള്ളിയും തക്കാളിയും നമ്മുടെ ഗ്രേവിയൊക്കെ അവിടെ വാടാനിട്ടത് വാടിയതിന് ശേഷം ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. സത്യം പറഞ്ഞ ബീഫ് ഞാൻ നുറുക്കി വെച്ച ഓർമ്മയാണ് എനിക്ക്. സംഭവം ബീഫ് അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത് ബീഫ് അരിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നമ്മുടെ അടുക്കളയിൽ ചിരവുണ്ട്. ആ ചിരവൻ്റെ ഇടയ്ക്ക് ആ കത്തി അങ്ങോട്ട് വെക്കും. കത്തി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറച്ചി കഷ്ണിച്ചെടുക്കാറ്. താഴെ ഇരുന്നാൽ ചിലപ്പോൾ എണീക്കുമ്പോഴത്തേനും നമ്മുടെ നടുവേദന അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബീഫ് അരിയലും കഴിയും, വലിയ പ്രശ്നമല്ല. അപ്പോൾ അതാ നമ്മുടെ കത്തിക്ക് ഒട്ടും മുറിച്ചില്ല കേട്ടോ. ഞാൻ കത്തി മുറിച്ച് കൂട്ടി കത്തി നമ്മുടെ കയ്യിൻ്റെ വണ്ണുണ്ടായിരുന്നത് അത്ര വണ്ണായിട്ടുണ്ട് കേട്ടോ കത്തി. ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് മേടിച്ച കത്തി കേട്ടോ. 8 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ കത്തി. ഇപ്പോഴും നല്ല അടിപൊളി കത്തി കേട്ടോ. ഒന്ന് ചുറ്റിലെടുത്ത് നല്ല അടിപൊളി കത്തി. അപ്പോൾ അതാ നമ്മൾ ഇറച്ചിയൊക്കെ കഷ്ണാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഞാൻ ഇറച്ചി നുറുക്കി വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷമാണല്ലോ ഇറച്ചി നുറുക്കിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഇറച്ചി നുറുക്കാൻ നിന്നാൽ അപ്പോൾ മറ്റാൾ വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. ഷാലുട്ടി പള്ളിക്കോവാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അവനും കൂടെ പള്ളിക്കൊക്കെ റെഡിയായി. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പള്ളിക്ക് പോയി. വരുമ്പോഴത്തേനും നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊന്നും കഴിക്കാണ്ടാണ് പോയത്. അപ്പോൾ വന്നിട്ട് വേണം ബീഫ് കറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബീഫ് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ അവർ പോണത്, അവിടെ നോക്കി നിന്നത്. അപ്പോഴത്തേനും ഇതവിടെ കാക്കകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കൊത്തിക്കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. ഞാൻ അന്തം വിട്ടത് ആ ബീഫ് കൂടെ വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടിയാണ്. ഞാൻ ഇറച്ചിയൊക്കെ കഴുകി വന്നപ്പോഴത്തേനും ഇവിടെ ഒരാളിതാ നമ്മുടെ അടുക്കളേൻ്റെ പുറത്തൊക്കെ കയറി ഞാൻ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി എടുക്കുകയാണ് ഇയാളെ പരിപാടി. വേണ്ട കണ്ണ് തെറ്റിയതൊക്കെയാണ് പണി. അടുപ്പത്താണെങ്കിൽ നല്ല ചൂടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അവന് നല്ല കസേര സ്റ്റൂളൊക്കെ വലിച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി അവിടെ ഉള്ളതൊക്കെ എടുക്കും. ഇവനെ നോക്കാൻ തന്നെ വേണം ഒരു 10 ആൾ കേട്ടോ. 10 കണ്ണുണ്ടെങ്കിലും ഇവരെ പുറകെ നടന്നാൽ തീരുമില്ല അല്ലേ. നമുക്ക് അവരെ പുറകെ നടന്നാൽ അതിന് തന്നെ ഒഴിവുള്ളൂ. എന്നാൽ വീട്ടിലത്തെ ജോലി എടുക്കാൻ നിന്നാലോ അതിനേ ഒഴിവുള്ളൂ. സത്യം പറഞ്ഞാൽ രണ്ടും
ഒരുപോലെ നടക്കണം. അപ്പോൾ അതാ ഉമ്മ പയർ നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പയറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കിട്ടിയാൽ ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്, ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അവൻ അതെന്ത് ചെയ്തോ, നമ്മുടെ പത്തിരി മെഷീനൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിലിട്ടിട്ട് ചമ്മന്തി അരച്ചിട്ട് കളിക്കുകയാണ്. എന്താ കുറേ വാശി പിടിച്ച് കരഞ്ഞ് അത് നമ്മുടെ റാക്കിൻ്റെ ചുവട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് അത്, ആ പത്തിരി മെഷീൻ. അതിന് ഇത്ര നേരം കരയായിരുന്നു. അപ്പോൾ ഞാൻ ബീഫിൻ്റെ ഇത് ശരിയാക്കുമ്പോഴൊക്കെ അവനവിടെ കടന്ന് കരയായിരുന്നു. അവന് അതെടുത്ത് കൊടുക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ 2 ക്രീം ബിസ്ക്കറ്റ് എപ്പോഴെങ്കിലും കരഞ്ഞെടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് അവനെ കാണാതെ അവൻ്റെ കവറിൽ നിന്ന് തന്നെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനതൊക്കെ തപ്പി പിടിച്ച് എവിടെ എന്തുണ്ടെങ്കിലും അവനെടുക്കും. റാക്കിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തപ്പി നോക്കും. എന്നിട്ട് അത് പൊട്ടുന്നതായാലും വേണ്ടില്ല, പൊട്ടാത്തതായാലും വേണ്ടില്ല, അവൻ പറയുന്നത് അവന് എടുത്തു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്രീം മാത്രം കഴിക്കും, ബാക്കി അവിടെ ഇടും. മറ്റ് ബിസ്ക്കറ്റ് ബാക്കിയെല്ലാം പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും. എന്നിട്ട് ഇടയ്ക്ക് അവന് വേണം തോന്നുമ്പോൾ അവന് എടുത്ത് തിന്നും ആ ബിസ്ക്കറ്റ്. അല്ലെങ്കിൽ അത് കാക്കൂനോ താത്താക്കോ ആർക്കെങ്കിലുമൊക്കെ പെറുക്കി കൊടുത്തിട്ട് പിന്നെ അവന് വേണമെന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പാരൊക്കെ ഞാനൊന്ന് പെറുക്കി എടുത്ത് വെക്കട്ടെ, എന്തിനെങ്കിലും പറ്റുമോയെന്ന് അറിയില്ല. ഒന്ന് കഴുകി നോക്കട്ടെ, നല്ലോണം വൃത്തിയാക്കി കഴുകി നോക്കട്ടെ. കളയാനും തോന്നുന്നില്ല. അത് നമ്മുടെ ഉമ്മ നട്ടു പിടിപ്പിച്ച പയറാണേ. അത് 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞ് ഉമ്മ അവിടെ വെച്ചതാണ്. ഉമ്മക്ക് തൊഴിലുറപ്പിനും ഉണ്ട് ഉമ്മ. അപ്പോൾ ഉമ്മക്ക് ഉപ്പേരി വെച്ച് കൊണ്ടുപോകാമല്ലോ എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അത് ഉപ്പേരി വെക്കാനോട്ട് ഇല്ല താനും. അപ്പോൾ അതിനെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയാക്കേണ്ട ഇടയ്ക്ക് ഇഷ്ടം പോലെ പാത്രം കഴുകാൻ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പാത്രം കഴുകാൻ ഒട്ടും സൗകര്യമില്ല. ഇവിടെ നമുക്ക് പൈപ്പും കാര്യങ്ങളൊന്നുമില്ല. സിങ്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ പൈപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പോയി ഹാളിൽ കൂടെ പോയി നമ്മുടെ സിറ്റോട് നേരെ മുറ്റത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പാത്രം കഴുകുന്നത്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാരം വെച്ചിട്ടുണ്ട്. തോനെ നേരം വാരം വെക്കാനൊന്നും സമയമില്ല. മോനും കൂടെ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബീഫ് കറി റെഡിയാക്കണം. അപ്പോൾ കുക്കറാകുമ്പോൾ പിന്നെ നമുക്ക് പേടിയും ബേജാറൊന്നുമില്ലല്ലോ. അടുപ്പത്താകുമ്പോൾ കുറേ ടൈം എടുക്കും വെന്ത് കിട്ടാൻ. ഇവിടെ ആണെങ്കിൽ ബീഫ് നന്നായിട്ട് വേവും വേണം, അല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. നമ്മുടെ എല്ലാവർക്കും പല്ല് വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബീഫ് നല്ലോണം വേവണം ഇവിടെ. അപ്പോൾ നല്ല കുറച്ച് നേരം വാരാൻ വെച്ചതിന് ശേഷം ബീഫ് നമ്മൾ നേരത്തെ വാട്ടി എടുത്ത് വെച്ച ഉള്ളീൻ്റെ മിക്സിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിന്, പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടെടുത്തപ്പോൾ ഇവിടെ ഗ്രേവി പരുവത്തിലല്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിക്സീൻ്റെ ജാറിൽ നമ്മുടെ ഉള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടില്ലേ, ആ മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട്, ബീഫ് നല്ലോണം വേവണമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയാലോ എന്നൊരു പേടിയുണ്ട് എനിക്ക് കുക്കറിൽ എന്ത് വെച്ചാലും അങ്ങനെയാണ്, വെള്ളം വറ്റുമോ എന്നുള്ള പേടിയാണ് കേട്ടോ. എന്നാൽ വെള്ളം വെച്ചാലോ അത് ഏറിപ്പോവുകയും ചെയ്യും. കുക്കറിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമല്ല, പക്ഷെ നമ്മളെപ്പോഴും വിസിൽ ശ്രദ്ധിക്കണം കുക്കറിൽ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ അതിഞ്ഞ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉപ്പ് പാകമാണ് നോക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതാക്കുക. അപ്പത്തിന് അടുത്ത ആൾ അടുത്ത പരിപാടി തുടങ്ങി. കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചതാട്ടോ. അവിടെ കിണർ പണി ഇവിടെ പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കാനൊക്കെ ഉള്ള വെള്ളം കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചതാണ് വെള്ളം. അപ്പോൾ അവിടെ പഞ്ചായത്ത് കിണറിൽ നമ്മുടെ കിണറിൻ്റെ പണിയെടുക്കുകയാണ്. അവിടെ എന്തോ കമ്പി ഇടാനോ ഗ്രില്ലിടാനോ എന്തോന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുത്തിപ്പൊളിക്കലും തിരക്കൊക്കെ ആയിട്ട് രാവിലെ വെള്ളം വേണമെന്നുണ്ട് 2 കുടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പോയിട്ട് 2-3 കുടം കൂടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. 2 ദിവസത്തിനുള്ള വെള്ളം, 2 ദിവസം കഴിയും വെള്ളം മുക്കാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പുറത്തുണ്ട്, എന്നാലും 2 ദിവസത്തിനും കൂടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അവൻ അതൊക്കെ അതിൻ്റെ പുറത്ത് കമ്പ് കാണൊക്കെ ഇട്ട് ചെണ്ട കൊട്ടലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മുടെ കറിയും കൂട്ടാനൊക്കെ വെക്കൽ കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഒന്നും വിചാരിക്കല്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടിച്ചു വാരാനും തുടക്കാനും ഒരു തല തൊട്ട് ഒരു തല വരെ. അപ്പോൾ രാവിലെ ഒരു വട്ടം എല്ലായിടും ഒന്ന് അടിച്ചു വാരി തട്ടി കൊട്ടി അടുക്കി പെറുക്കി വെച്ച് തന്നതാട്ടോ. അടുക്കള പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം നേരാക്കാലും പിന്നെ ഇതല്ല അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഒക്കെ ആകെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയതാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടിച്ചു വാരി തുടച്ചിട്ടാലാണ് ഒരു വൃത്തിയിൽ കിടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഉണ്ടാവും. രാവിലെ അടിച്ചു വാരി തുടക്കാനും പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ഈ കുട്ടികളൊക്കെ ഉള്ളടുത്ത്
നമ്മൾ എത്ര അടിച്ചാലും തുടച്ചിട്ടാലും പിന്നെ അതേപോലെ ഉണ്ടാകും. പിന്നെ ഇപ്പോൾ വേനൽക്കാലമല്ല, ഭയങ്കര പൊടിയാണ്, ഒരുപാട് പൊടിയാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉടുക്ക് ഇങ്ങനെ ചവിട്ടി ചവിട്ടി കൊണ്ടുവരും. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് എന്ത് ചെയ്യും, നേരത്തെ ഒന്ന് അടിച്ചു വാരിയിടും കേട്ടോ എല്ലായിടും. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ നമ്മളൊന്ന് അടിച്ചു വാരിയിട്ടാൽ അതൊരു വൃത്തിയല്ലേ. അപ്പോൾ രാവിലെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിടും. അപ്പോൾ അതാ നമ്മൾ ഒക്കെ ഒന്ന് അടിച്ചു വാരി തൂത്ത് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുടച്ചിട്ടാൽ നമ്മൾ അലക്കി കുളി കഴിഞ്ഞ് ഒന്ന് കയറി വരുമ്പോൾ നമുക്കൊരു മനസ്സിക്കൊരു സമാധാനമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, എത്ര നമ്മൾ അടിച്ചു വാരണം, നമ്മൾ അടുക്കളേൻ്റെ പോലെ ഇങ്ങനെ ആയിരിക്കും. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇവിടെ എങ്ങനെയാണ് കേട്ടോ. ഞാൻ എത്ര 3-4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം അടിച്ചു വാരും, എപ്പോഴും അങ്ങനെ. അതെ അപ്പോഴത്തേനും ഇതാ നമ്മുടെ സിറ്റൗട്ടിൽ ഇഷ്ടം പോലെ മറ്റാൾ കണ്ണി കണ്ടതൊക്കെ കൊണ്ട് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ടില്ലേ, തുറക്കുമ്പോൾ എല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും തുടച്ചെടുക്കാൻ. അപ്പോൾ അടിച്ചു വാരി സത്യം പറഞ്ഞ് അടിച്ചു വാരി അപ്പോൾ തന്നെ തുറക്കണ്ട. അപ്പോഴത്തേനും ഇതാ നമ്മുടെ ഒരു വെയിലത്താണ് മക്കളെ നമ്മളെ പാത്രങ്ങൾ കിടക്കണത്. കണ്ട പൂച്ച ഇതപ്പം അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളൂ ഞാൻ പാത്രം, അപ്പോഴത്തേനും എന്താ പൂച്ച. അപ്പോൾ അതാ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കട്ടെ കേട്ടോ. നമ്മുടെ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചാലേ അതവിടെ വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ വെയിലത്ത് കൊണ്ടിട്ട് അത് അവിടെ കടന്ന് കരിയാന്നല്ലാണ്ട് അവിടെ കടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പാത്രം അപ്പം തന്നെ കഴുകി വെച്ചിട്ട് ഇനി തുടക്കാൻ നിൽക്കണുള്ളൂ. അപ്പോൾ ആദ്യം പാത്രം കഴുകാൻ പോകുന്നതാണ്. ഇത് ഇവിടെ പൂച്ചയും അതൊക്കെ വന്നിട്ട്, കാക്കയും പൂച്ചയൊക്കെ വന്നിട്ട് നല്ല കൊത്തലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, ആ ഭാഗത്തേക്ക് നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ തീർത്താലും തീരാത്തൊരു പണിയാണ് അല്ലേ ഇത് പാത്രം കഴുകൽ. നമ്മൾ എത്ര കഴുകിയാലും പിന്നെ അതേപോലെ പിന്നെ ഉണ്ടാവും, അത്ര പിന്നെ ഉണ്ടാവും നമുക്ക് പാത്രമൊക്കെ കഴുകാൻ. അപ്പോൾ നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് കൂന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫൊന്ന് വെന്തുക്കണമെന്നൊന്ന് പോയി വെക്കണം. അതേപോലെ ഇപ്പോൾ വരും, പള്ളി കഴിഞ്ഞ് മോനിപ്പോൾ വരും. അപ്പോൾ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ പാത്രം കഴുകൽ ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ മറ്റേ ആൾ അപ്പത്തിന് അവിടെ നല്ല കരച്ചിലും കരയുണ്ട്, കുക്കറും കൂക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിയും അവിടെ കിടന്ന് നല്ല കരച്ചിലായിട്ട് ആൾക്ക് ഉറക്കവും വന്നിട്ടുണ്ട്. അവൻ രാവിലെ നേരത്തെ എണീക്കിട്ടോ. അപ്പോൾ അവന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് കുളിപ്പിച്ച് ഉറക്കി നോക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ പാത്രം ഇങ്ങനെ കഴുകിയിട്ട് നമ്മളവിടെ സിറ്റൗട്ടിൽ വെക്കും. അങ്ങനെ നേരെ പോവുക, അടുക്കളയിൽ കൊണ്ടുവെക്കുക, അടുത്തത് എടുക്കാൻ പോവുക, അവിടെ കൊണ്ടുവന്ന് വെക്കുക. അതേപോലെ തന്നെ കഴുകാനും എടുക്കുക, അവിടെ കൊണ്ടുവെക്കുക, എടുക്കുക, അവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ അതാ നമ്മളെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ വിസിലൊക്കെ ഒന്ന് ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാത്രം കഴുകുന്ന പരിപാടി എനിക്ക് വലിയൊരു ഭാരമായിട്ടുള്ള പരിപാടി പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാത്രം കഴുകാനും കാണും. അപ്പോൾ ഇതാ നമ്മളാളപ്പത്തിന് ഇതാ അവിടെ നല്ല പരിപാടിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നല്ല കരച്ചിലും തിരക്കും ഒക്കെയാണ്. അപ്പോൾ അത് അവനിട്ട് ഡ്രസ്സൊക്കെ ഓരി വലിച്ചെറിഞ്ഞ് നല്ല കരച്ചിലാണ് കേട്ടോ. ആൾ ഭയങ്കര കരച്ചിലാണ്, നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് നല്ല സ്വഭാവമായിട്ട് ഒന്ന് കടത്തി ഉറക്കട്ടെ, എന്നാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു തരത്തിൽ ഓരോന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ മാറ്റി കുളിപ്പിച്ച് കടത്തി ഉറക്കിയതാണ് കേട്ടോ. അല്ലാതെ നമ്മളൊരു പരിപാടി ഇനി നടക്കൂല. അപ്പം ഇങ്ങനെ കരഞ്ഞതിൻ്റെ ഒരു പണി നടക്കൂല. അപ്പോൾ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കരച്ചിലൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് ഒന്ന് കടത്തി ഉറക്കിയത്. അപ്പോൾ തന്നെ ഇതാ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് കറി, നല്ല അടിപൊളി കറി. അപ്പോൾ എല്ലാവരും ഒന്ന് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് പലരും പല ടൈപ്പിലാണല്ലേ ബീഫ് കറി വെക്കുക. ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ വെച്ചാലുള്ള ഇക്കാക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ മെയിൻ ഞാൻ നോക്കൽ ഇക്കാൻ്റെ കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇക്കാക്കൊരു കറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചോറ് കഴിച്ചില്ലേ പിന്നെ ആർക്കും ചോറ് കഴിച്ചാൽ പോകില്ല. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ എപ്പോഴും ഇക്കാക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ കറി ഉണ്ടാക്കാനുള്ളൂ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇക്കാക്കിൻ്റെ ചോറും കൂട്ടാനൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ ഞാൻ ഇങ്ങോട്ട് കാര്യം പറയാൻ പറഞ്ഞിട്ട് രാവിലത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. രാവിലെ ഉമ്മ തോലുറപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മക്ക് തോലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂട്ടാനുണ്ട്. ഇത് സ്പെഷ്യൽ കൂട്ടാൻ. നമ്മുടെ മാണിത്തട്ട ഉണ്ടല്ലോ, വാഴപ്പൂവ് അതും ചെറുപയറും കൂടെ
തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഉമ്മ രാവിലെ തേങ്ങയും പച്ചമുളകൊക്കെ ഉമ്മ ചതച്ച് റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന്. അതാണ് കേട്ടോ. നമ്മളെ കഞ്ഞിക്കൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി കൂട്ടാനാട്ടോ. നമ്മളെ കഞ്ഞി ഇതും മാത്രം മതി. ഒരു കടുമാങ്ങച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും അല്ലേ കഞ്ഞി കുടിക്കാൻ. ഇനി ഇക്കാക്ക് ചോറ് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അവിടെ കുറേ നേരമായി എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ചോറ് വിശക്കണമെന്ന്. അപ്പം ഞാൻ അവനെ ഉറക്കിയിട്ടാണ് ഇക്കാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി മണിത്തട്ട ചെറുപയർ തോരൻ. നമ്മുടെ ഇറച്ചിനെയും മീനിനേക്കായൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനാണല്ലേ കൂടുതലിഷ്ടം. മുരിങ്ങ തളിച്ചത്, അതേപോലെ എന്തെങ്കിലും ഉപ്പേരി, നമ്മളെ പടുകൂട്ടാൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഇക്കാക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. ഇനി ഇക്കാക്ക് ചോറ് കൊടുത്താൽ ഇനി നമ്മൾ തുടക്കണം കേട്ടോ. തുടക്കൽ പരിപാടി അവിടെ അങ്ങനെ കിടക്കുകയാണ്. നീട്ടി ഇട്ടേക്കാണ് ഞാൻ. തുടക്കണം, അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടി ഇട്ടേക്കാണ്. അത് അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തുടച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞില്ലേ അവിടെ 3 കുടം ഉണ്ട്. അവിടെ ചെമ്പിലുണ്ട്. അപ്പോൾ രാവിലെ 1-2 കുടം ഉമ്മ കൊണ്ടുവച്ചിരുന്നു, ബാക്കിയൊക്കെ ഞാനും കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇപ്പോൾ 2 ദിവസത്തിന് മുക്കി വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നമ്മൾ നമ്മളെ രാവിലത്തേനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് ഉഴുന്ന് കുറച്ച് തോനയിടും, അതേപോലെ കുറച്ച് ഉലുവ ഇടും. അങ്ങനെയാണ് ഞാൻ അരി വെള്ളത്തിലിട്ട് വെക്കാറ്. അപ്പോൾ നമ്മുടെ റെന്നക്കുട്ടി സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ മേടിച്ച ഹെയർ ബാൻഡും ക്ലിപ്പും ഒക്കെ ഒന്ന് ഇടണം. അപ്പോൾ അതിന് ഉമ്മക്കുടിക്ക് പോകണമെന്ന് പറഞ്ഞൊരു ഇട്ട് അവൾ അതും പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എപ്പോൾ നോക്കിയാലും എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. എൻ്റെ കാല് മാന്തി മുറിയാക്കിയിട്ട് അപ്പോൾ എൻ്റെ പുറകെ നിന്ന് പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി നമ്മൾ തുടക്കൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ കിടക്കുന്നു ഒരു ലോഡ് തുണികൾ. അപ്പോൾ തുണി ഞാൻ എപ്പോഴും നേരത്തെ സോപ്പ് പൊടി ഇട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് മറന്നുപോയി. അപ്പോൾ എന്നും 2-3 ബക്കറ്റൊക്കെ അലക്കാനുണ്ടാവില്ല കേട്ടോ. ഒന്ന് എന്താണെന്നറിയില്ല, ഒത്തിരി കുറവാണ്. എന്നാലും അത്യാവശ്യം ഒന്ന് അലക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വാഷിംഗ് മെഷീനിലിട്ട് അലക്കുക. മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളെ പൈപ്പും വെള്ളവും ഒക്കെ ഇതേപോലെ ലൈൻ വെള്ളമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഞങ്ങൾ ടാങ്കിൽ പിടിച്ച് വെച്ചിട്ട് അപ്പം അങ്ങനെ പൈപ്പും കാര്യങ്ങളൊന്നും എവിടെ ഇട്ടിട്ടില്ല കേട്ടോ. അതിനൊന്നും സാഹചര്യങ്ങൾ അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ തുണിയൊക്കെ ഒന്ന് സോപ്പ് പൊടി മുക്കിക്കട്ടെ. അപ്പോൾ സോപ്പ് പൊടി മുക്കിയൊക്കെ നോക്കുമ്പോൾ സോപ്പ് പൊടി ഇല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് സമയം പോവുക. ഞാൻ ഒരു കാര്യത്തിന് ഒരു 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങും. അപ്പോൾ ഒന്നെടുക്കാൻ പോകുമ്പോൾ വേറെ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ സോപ്പ് പൊടി എടുക്കാൻ വേണ്ടി ഞാൻ 1 പ്രാവശ്യം പോയി. അപ്പോൾ മറന്നു വന്നേക്കാണ്. അപ്പോൾ സോപ്പ് പൊടി വന്ന് നോക്കുമ്പോഴാണ് സോപ്പ് പൊടി ഇല്ല. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറേശ്ശെ ഇങ്ങനെ കുപ്പിയിലാക്കിയില്ല കേട്ടോ. ഇവിടെ ഒന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട് കുളിക്കാൻ കൊണ്ടുവന്നാൽ, ചെറിയ ആൾ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ഞാൻ ആ കല്ലുമ്മയാണ് കുളിപ്പിക്കൽ. അപ്പോൾ അവന് എന്തെടുക്കും, അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മൊത്തം അങ്ങോട്ട് അപ്പുറത്തെ തൊടിയിലേക്ക് ഇടും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒക്കെ കുറേശ്ശെ ആക്കി കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ആസ്പെറ്റോസിൻ്റെ മുകളിൽ വെക്കും കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കട്ടെ. എനിക്ക് എപ്പോഴും ഉണ്ട് ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴും അതിലെന്തെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ പൈസ 10, 20, 50, 100 രൂപ വരെ ഞാൻ വെള്ളത്തിയിട്ട് മുക്കിയിട്ടുണ്ടാവും. നോക്കാഞ്ഞിട്ടാണ്, ശ്രദ്ധ കുറവുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നോക്കും കേട്ടോ. 1-2 പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ പൈസക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഉണക്കിയെടുത്തു. അത് ബില്ലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചുണ്ടെങ്കിലേ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് ഇനി നേരെ അലക്കാൻ പോകും. അപ്പോൾ അലക്കി വരുമ്പോഴത്തേനും അത് സോപ്പ് പൊടിയിൽ കിടന്ന് ശരിയാവില്ല. അപ്പോൾ നമ്മളെ തുടപ്പ് വെക്കുന്ന സ്പേസാണ് കേട്ടോ അത്, മരക്കൊമ്പത്ത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ആശയിൽ എവിടെയും തൂക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടും വലിച്ചിട്ടും തലയിൽ മുട്ടിയിട്ടും എപ്പോഴും അതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ സ്പേസ് കണ്ടുപിടിച്ചതാണ് അപ്പുറത്തെ തൊടിയിൽ മരത്തിൻ്റെ കൊമ്പത്ത് അവിടെ തൂക്കിയിടും. പക്ഷെ എന്താണെന്നറിയോ, എടുക്കുമ്പോൾ നല്ലോണം നോക്കണം, ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. വല്ല പാമ്പിൻ്റെ കുട്ടികളോ അതേപോലെ വല്ല പഴുതാരോ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി തുടക്കൽ പരിപാടിയാണ്. അപ്പോൾ തുടക്കലിൻ്റെ പരിപാടിക്ക് നിന്നപ്പോഴത്തേന് മക്കൾ 2 ആളും കൂടെ
അവൻ പള്ളി കഴിഞ്ഞ് വന്നേക്ക് കളിക്കാൻ പോയതാണ്. മറ്റോൾ ഇതാ കഞ്ഞിയും കുടിച്ച് കുളിയും കഴിഞ്ഞേക്ക് രാവിലെ ഇറങ്ങിയതായിരുന്നു കളിക്കാൻ. അപ്പോൾ രണ്ടും കൂടെ അതാ വിളിച്ച് 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 കൂവി രണ്ടും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോൾ രണ്ടാൾക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ചോറ്. ഇതാ കണ്ട ഒരുപാട് ചോറുണ്ട്. അതാണ് ഞങ്ങൾ ഇതുപോലെ ഡെയിലി കഴിക്കുന്ന ചോറ്. ഇവിടെ 4 നാഴിയുടെ അരി ഇട്ടാൽ അത് വൈകുന്നേരം വരെ കാണും, ചിലപ്പോൾ രാവിലെ പിറ്റേ ദിവസത്തിൽ രാവിലെയും കാണും. ആർക്കും ഭക്ഷണം വേണ്ട, കഴിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ കുട്ടികളോട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് ഞാൻ തുടക്കട്ടെ കേട്ടോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കണം നോക്കിയിരുന്നാൽ നമ്മളെ പരിപാടിയൊന്നും നടക്കില്ല. അലക്കൽ കഴിഞ്ഞിട്ട് വേണം, ഇനി തുടക്കൽ കഴിഞ്ഞിട്ട് വേണം അലക്കി കുളിക്കാൻ പോകാൻ. അപ്പോൾ ഇനി അടുത്തത് തുടക്കൽ പരിപാടിയാണ്. എല്ലാവരും രാവിലെ അടിച്ചു വാരി തുടച്ചിടും അല്ലേ? മിക്ക വീടുകളിലും എൻ്റെ മിക്ക ദിവസങ്ങളിലും ഇതാണ് അവസ്ഥ. ചിലപ്പോൾ നട്ടുച്ചയൊക്കെ ആവട്ടോ 12:30 1 മണിയൊക്കെ കഴിയും ചിലപ്പോൾ തുടക്കൽ കഴിയുമ്പോഴത്തേന്. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് 12:30 1 മണിയാകുമ്പോഴത്തേന് എല്ലാ പണിയൊരുങ്ങി അലക്കും കൂടിയൊക്കെ കഴിഞ്ഞ് കയറലുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. ചിലപ്പോൾ കുട്ടി നല്ലോണം കരയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പണി നടക്കില്ല. ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നോക്കും. അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവൽ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഡെയിലി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തുടക്കൽ പരിപാടിയൊക്കെ ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും റൂമും മൂന്നും എന്നും തുറക്കാറില്ല കേട്ടോ. ഞങ്ങൾ കിടക്കുന്ന റൂം ഡെയിലി തുറക്കും. അതേപോലെ ഹാളും സിറ്റൗട്ടും അടുക്കളയും ഡെയിലി തുറക്കാറുണ്ട്. മറ്റേ റൂമിലൊന്നും അധികം ആരും അങ്ങനെ പോകലും ചെളിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും എന്നും തുടക്കില്ല, 1.5 ഇട്ടിട്ടാണ് എല്ലായിടവും തുടക്കലുള്ളൂ. പിന്നെ വല്ലാണ്ട് ചെളിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടവും ഒന്ന് തുടച്ചിടും കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കും കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ അസർ വാങ്ങി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചതാണ്. ഇവിടെ 3-3:30 ആകുമ്പോഴത്തേന് മിക്ക ദിവസങ്ങളും ചായ വെക്കലുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വൈകിക്കാണ് ചായ വെക്കാൻ. ഇവിടെ 3:30 ആകുമ്പോഴത്തേന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അപ്പോൾ ഉടനടി ചായ വേണം. ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചായക്കുള്ള വെള്ളം വെച്ചപ്പോഴത്തേന് അരക്കിയത് നമ്മൾ തോരട്ടിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് തോരടാൻ പോകാം. ചായക്കുള്ള വെള്ളം അവിടെ തിളക്കുമ്പോഴത്തേനും തോരടിൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മൂത്ത മോനാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ തുണി ഒക്കെ തോരട്ടെ. എനിക്ക് സമയമില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ അരക്കൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കയറിപ്പോകും. പിന്നെ തോരടൽ പിന്നെയാണ്. പിന്നെ ചില സമയത്ത് അങ്ങനെ വൈകുന്നേരം വരെ വെക്കും. ചിലപ്പോൾ രാത്രിയൊക്കെയാണ് ഓർമ്മ വരും കേട്ടോ, ആ തോര ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് രാത്രി ആയാലും പാതിര ആയാലും 10 മണിക്കൊക്കെ ചിലപ്പോൾ പോയിട്ട് തോരടില്ല. മിക്ക ദിവസം അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ അലക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നേരം പോകണമെന്ന് നോക്കില്ല, പെട്ടെന്ന് തന്നെ തോരട്ടിട്ട് അങ്ങോട്ട് കയറി പോകും. അപ്പോൾ അത് അവിടെ കിടന്ന് ഉണങ്ങുമല്ലോ. പിന്നെ ഉണങ്ങേണ്ട കാര്യം ആലോചിക്കാൻ രാത്രി കിടന്നാലും മതി, അത്രയ്ക്കും വെയിലും ചൂടായിരുന്നേ അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും തോരടലാന്ന് പറഞ്ഞു. അപ്പോൾ റെന്നക്കുട്ടി എന്താ കയ്യിൽ നഖം പൊട്ടിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേദന പറഞ്ഞിട്ട് ഓടി വന്നതാണ്. അപ്പോൾ കല്ലുകൊണ്ട് കളിച്ചതിൻ്റെ ഇടയ്ക്ക് പറ്റിയതാണ്. അപ്പോൾ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചായൻ്റെ വെള്ളം അവിടെ തിളച്ച് മറിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസല്ലേ, അപ്പോൾ ഒരുപാട് നേരം വെച്ചാൽ നമുക്ക് നല്ല പണി കിട്ടും. ഗ്യാസിന് പൊന്നിൻ്റെ വിലയാണ്. അപ്പോൾ നമ്മൾ ചായ ഇവിടെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചായ കിടക്കട്ടെ കേട്ടോ. നമ്മൾ ചായ തിളച്ച് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പാൽ ചായയാണ് ഉണ്ടാക്കൽ. ഇവിടെ കുട്ടികൾക്ക് മിക്ക സമയത്തും പാൽ ചായ തന്നെ വേണം. പ്രത്യേകിച്ച് റെന്നക്കുട്ടിക്ക് പാൽ ചായ അല്ലാതെ പറ്റില്ല. കട്ടൻ ചായയും കാപ്പിയും നമ്മൾ കുടിക്കില്ല. വലിയ ആളെന്നല്ലാണ്ട് ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലമായി ഇവിടെ പാൽ ചായ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കട്ടൻ ചായ കാപ്പി ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട. പിന്നെ ചായ കുടിക്കുന്ന അത്ര നല്ലതും അല്ലല്ലോ കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും കലക്കി കൊടുക്കലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഞങ്ങൾ ചായയിൽ തന്നെ ഒതുക്കലാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കണം, ഹോർലിക്സോ ബൂസ്റ്റോ ആയിട്ട് മേടിക്കണം. ചായ കുടിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ചായ അങ്ങനെ റെഡി ആയിട്ടോ. അപ്പോൾ ചായ ഞങ്ങൾക്ക് ഉള്ളത് വേറെയും, അതേപോലെ ഇവിടെ ഇക്കാൻ്റെ ഉപ്പാക്ക് അമ്മൂശാക്കുള്ളത് വേറെ ഉണ്ടാക്കണം കേട്ടോ. മൂപ്പർക്ക് നല്ല കടുപ്പുള്ള ചായ വേണം. അത് കഴിഞ്ഞ് ഇക്കാക്കും കുട്ടികൾക്കും ഒക്കെ ചായ കൊടുത്ത് ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റും ഹാല് വെക്കണം. അപ്പോൾ ഇന്നലെ സ്ഥലത്തിന് പോയപ്പോൾ ചീരണി കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി മക്കൾക്കും ഇക്കാക്കും ചായ കൂടി കഴിഞ്ഞ് ഞാനൊരു 10-15 മിനിറ്റ് അവിടെ കിടന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഫോണിൽ നോക്കി കിടന്നപ്പോഴത്തേനും ചെറിയ ആൾ എണിച്ചു കേട്ടോ. എണിച്ച് അവന് ഭക്ഷണമൊക്കെ കൊടുത്ത്
നമ്മൾ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ അരി വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഞാൻ അരി അരക്കുമ്പോൾ കുറച്ച് ചോറും കൂടെ കൂട്ടിട്ടോ. അതിൻ്റെ കൂടെ നല്ലവണ്ണം അരിയൊക്കെ കഴുകി എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ശകലം ചോറും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കൽ. മിക്ക സമയങ്ങളിലും ചില സമയത്ത് ഒട്ടും മാവ് പൊന്തി വരില്ല കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് മാവ് പൊന്തി ചിലപ്പോൾ പുറത്തോട്ട് ചാടിയിട്ടുണ്ടാവും. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില സമയത്ത് ഒട്ടും പൊന്തിയിട്ട് വരികയില്ല നമ്മുടെ മാവ്. ചില സമയത്ത് അനുമിച്ച് ഒരുപാട് അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ 1-2 പ്രാവശ്യം ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉഴുന്നും ഉലുവയും അരിയും ഒക്കെ എല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇടൽ. വെവ്വേറായിട്ട് ചിലർ വേറെ വേറെ ഇടുമല്ലോ, അങ്ങനെ ഇടാറില്ല. അപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഇവിടെ മക്കൾക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല. ഇഡ്ഡലിനോട് വലിയ താല്പര്യമില്ല. ഇക്കാക്കും മക്കൾക്കൊന്നും ആർക്കും ഇഷ്ടമല്ല. കൂടുതലിഷ്ടം ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കൽ. അപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മാവിൻ്റെ പൊന്തലും ഇതുപോലെ ഇരിക്കും. അപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ. അപ്പോൾ നാളെ ഇതിൽ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, ഉള്ളി തക്കാളി ചമ്മന്തി. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഞാൻ. അപ്പോൾ അതുമായിരിക്കും നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് 1-2 പ്രാവശ്യമായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കിയാൽ നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇയാൾ കുറച്ച് നേരം ഈ കളി ഉണ്ടാവും കേട്ടോ. ഉമ്മമ്മ ഇവിടെ തൊലപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉമ്മമാൻ്റെ പുറകെയൊക്കെ കൂടി എല്ലാ 3 പേരും കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗെന്ന് പറയാൻ. ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് മുന്നേ ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാലിൽ നല്ല മറ്റേ സ്ക്രാച്ച് ഉണ്ട്, നമ്മുടെ ക്രാക്ക് ഉണ്ട് കേട്ടോ കാലിൻ്റെ പുറകിൽ. അപ്പോൾ ഇത്രയും നേരം ഇതിൻ്റെ വേദന കടിച്ച് പിടിച്ച് സഹിച്ചാണ് ഇപ്പോൾ ഇത്രയും ചെയ്തത്, മക്കളെ പുറകെ നടന്നതൊക്കെ. അപ്പോൾ സഹിക്കാൻ പറ്റായിട്ട് എല്ലാ പണിയും ഒരുങ്ങിയപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് വന്നിരുന്ന് നമ്മളെ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ശകലം ഷാമ്പൂ ഇട്ടിട്ട് നമ്മളെ വീഡിയോയിൽ കണ്ടതാട്ടോ, അതും ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നതാണ്. കാല് അതിൽ വെച്ചപ്പോൾ നല്ല ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. നല്ല വേദനക്കൊക്കെ ഒരു കുറവ്. കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ചൂടും അതേപോലെ നമ്മളെ രാവിലത്തെ തണുപ്പും പൊടിയൊക്കെ ആയിട്ട് ഇത് മാറണേ ഇല്ല കേട്ടോ. ഭയങ്കര വേദനയാണ്, ബ്ലഡ് വരും ചില സമയത്ത്. അത്രയ്ക്ക് വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. നമ്മളെ കാലല്ല, നമുക്ക് നടന്ന് ഒരു ജോലിയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭയങ്കര വേദനയാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.